നമസ്കാരം. രാധാകൃഷ്ണനാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യണത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഈ ചായക്കട ഇട്ടിങ്ങനെ പട്ടിയൊക്കെ വേണ്ടിയാണ്. ഇവനെയൊന്നും മനുഷ്യവർഗത്തിൽ കൂട്ടാൻ നോക്കില്ല, മൃഗത്തിൻ്റെ വർഗത്തിൽ കൂട്ടാൻ നോക്കില്ല. ഈ പറഞ്ഞ എൻ്റെ കൂടെ എല്ലാ പൊതുജനങ്ങളും ക്ഷമിക്കണം. കാര്യം മനസ്സറിഞ്ഞൊരു ആഹാരം ഒരു ചായക്കടയിൽ ചെന്ന് കഴിക്കാൻ പറ്റില്ല. ഈ നാറികളെ, ഈ അലവലാദികളെ, എടാ നീയൊക്കെ പുഴുത്തേ ചാവൂടാ, നിൻ്റെയൊക്കെ തലമുറ വിളങ്ങില്ല. നീയൊക്കെ ഈ ആഹാരത്തിൽ ചേർന്ന മായവും പുഴുത്ത സാധനങ്ങളും തുപ്പി ഒഴിക്കുന്ന ഒരുത്തയും. ഇന്നാളെ ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ ഒരുത്തി മൂത്രം ഒഴിച്ച് ആഹാരം ഉണ്ടാക്കണം. നീയൊക്കെ ചെയ്യുന്ന ദ്രോഹങ്ങൾ, ഈ പുഴുത്ത സാധനങ്ങൾ, എടാ എന്തുണ്ടാ ഇത് ചെയ്യണം മനുഷ്യനോട്? ഞാൻ ഇന്നലെയും കളിക്കള പേര് തിരിച്ച് വന്ന വഴിക്ക് ഒരു വെള്ളം പോലും കുടിക്കാൻ മനസ്സാകില്ല ഒരു കടയിൽ നിന്ന്. ഇത്രയും നാറി ചെയ്യണം. നീയും നിൻ്റെ സന്താനങ്ങളും പുഴുത്ത് നാറി നശിച്ച് പോകൂട. വൃത്തികെട്ട ചായക്കടക്കാരൻ പറയും. ഭക്ഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യന് വളരെ വിശ്വസിച്ച് കൊടുക്കാനുള്ളതാണ്. അതിന് ഇത്രയും വൃത്തികെട്ട രീതിയിൽ നീയൊക്കെ കൊടുക്കുന്ന നാറികളെ, തന്തയ്ക്കുണ്ടാവാത്തവന്മാരെ, അലവരാതി തെണ്ടികളെ, നിന്നെയൊക്കെ ഇങ്ങനെ പറയണ്ട. ഇത് പൊതുജനങ്ങൾ കാണുന്ന വീഡിയോ ഇല്ലെങ്കിൽ പച്ച തള്ളങ്ങാൻ പിടിച്ചനെ. അത്ര എനിക്ക് അംശമുണ്ടാകും ചായക്കടക്കാരന്മാർ തെണ്ടികളെ. ഇത് വിശക്കുന്നതിന് ആഹാരം കൊടുക്കാനും ഒരു ദാഹിച്ച് വരണതിന് വെള്ളം കൊടുക്കാനുള്ള സ്ഥലം ചായക്കട. വെറും പൈസ മാത്രമല്ല, നീ പൈസ വാച്ചോ? ഇവിടെ സ്റ്റാർ ഹോട്ടലിൽ വരെ തെണ്ടിത്തരം കാണിക്കുന്നതാണോടാ. നീയൊക്കെ ഇത്രയും ജനദ്രോഹം മറ്റ്. ഇതൊക്കെ ആ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം. കാര്യം നിങ്ങൾ പിടിച്ച് 10,000 5,000 ഉളുവ പറ്റി അടിക്കുന്നതിലാണ് ഈ നാറിയൊക്കെ ഇത്രയും വില. ഇവനെയൊക്കെ പിടിച്ച് അകത്തിടണം. മനസ്സിലായില്ലേ? ശക്തമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് കോടതി കൊണ്ടുപോയിട്ട് കോടതി യുവമാരെ ശിക്ഷിക്കണം ഈ നാറികളെ. മനുഷ്യന് ആഹാരം തന്നിടത്ത് ഉള്ള വിഷവും മായവും ചേർത്ത് പുഴുത്ത സാധനങ്ങളും കൊണ്ട് ഈ കൊടുക്കുന്നത്. ഞാനൊരു മാസങ്ങളായി ഈ ചായക്കടയിൽ നിന്ന് ആഹാരം കഴിച്ച്. ഞാനൊരു കട ചെയ്യുന്നതാണ്, ഒരു കച്ചവടം ചെയ്യുന്നതാണ്. ഈ ചായക്കടയിലെ പട്ടികളെ കൊണ്ട് ഇതുമാർ തന്തയ്ക്ക് പിറക്കാത്തവന്മാർ. എടാ നീയൊക്കെ ഉണ്ടാക്കി നിൻ്റെ മക്കളുടെ ഇതിൻ്റെ ലാഭം എടുത്ത് നീ നിൻ്റെ ഭാര്യയ്ക്ക് മക്കൾ കൊടുക്കാൻ. ആ പിള്ളേരും ഭാര്യയൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. പക്ഷേ പ്രാപാതിരിക്കാൻ പറ്റില്ല. നീയും നിൻ്റെ സന്താനങ്ങൾ പുഴുത്തേ ചാവുള്ളൂ ഈ ദ്രോഹങ്ങൾ. ഈ മനുഷ്യൻ ഇങ്ങനെ വിഷം വാരി കൊടുത്ത് ഈ അഴിവിയ സാധനം പുഴുത്ത സാധനമൊക്കെ മനുഷ്യന് കൊടുത്ത് നീയൊക്കെ ചെയ്യുന്ന ദ്രോഹങ്ങളാണ്. ആഹാരത്തിൽ തുപ്പുക, പിന്നെ ഒരു ചിലവന്മാർ ഈ ആഹാരത്തിൽ മൂത്രം ഒഴിക്കുക. ഇതൊക്കെ കണ്ട് കഴിക്കാൻ തോന്നില്ലടാ നായികളെ, നാറികളെ. നീയൊക്കെ അല്പം അഭിമാനം ഉണ്ടടാ. പൈസ വാങ്ങിക്കലടാ ആൾക്കാരെ കയ്യിൽ. നീയൊക്കെ ചായക്കടയിൽ കച്ചവടം ചെയ്യുമ്പോൾ കുറച്ച് മനസാക്ഷി കാണിക്കണം. പട്ടിക്കുണ്ടായവന്മാരെ നിന്നെയൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ്, വേണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. അല്ല, നീയൊക്കെ മനുഷ്യ ജന്മത്തില്ല, ഏതോ അന്യഗ്രഹ ജീവിതത്തിൻ്റെ എന്നൊക്കെ എന്ത് നാറി പറയാൻ. നിൻ്റെയൊക്കെ ചെവിക്കിട്ട് പിടിച്ച് അടിച്ച് നിന്നെയൊക്കെ വലിച്ച് കീറണ വഴുകി നിർത്തിട്ട് ഈ ആഹാര സാധനങ്ങൾ മായം ചേർത്ത് എങ്ങനെ കലി വരണമെന്നറിയാമോ? വന്ന് ഈ ചായക്കടയിൽ ചെന്ന് ഒരു സാധനം വാങ്ങിച്ച് കഴിക്കാൻ പറ്റാതായി. ആലവലാദികൾ ഒരുത്തരം എല്ലാവരും ചേർത്തിട്ട് ഞാൻ പറഞ്ഞത്. ആലവലാദികൾ പുഴുത്ത സാധനങ്ങൾ കൊടുക്കുന്നത്. സർക്കാർ ജീവനക്കാർ വന്ന് നിൻ്റെയൊക്കെ കടകൾ പരിശോധന ചെയ്ത് ഇങ്ങനെ ചെയ്യലെന്ന് വളരെ മര്യാദയ്ക്കൊക്കെ അവർ പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ വിളിച്ച് ക്ലാസ് തന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാനുള്ളത്. ഇത് കേട്ടോണ്ട് വന്നിട്ട് നീയൊക്കെ ചെയ്യണ്ട. മനുഷ്യൻ്റെ കൂടെയാണല്ലോ ഇതൊക്കെ ചെയ്യണത്, നാറികളെ. ഇത് ചായക്കടക്കാരന്മാർക്ക് മാത്രമല്ല, ഈ തന്തയൊക്കെ പറക്കാത്തവന്മാർ. നിന്നെയൊക്കെ ഏത് പട്ടിക്കുണ്ടായെന്ന് പറയാൻ? മൃഗം പോലും ഇത്രയും ചെയ്യില്ലടാ. മൃഗം കൊണ്ടായവന്മാരെ അത് മൃഗം കൊണ്ടായതാണ്. അതിനൊക്കെ ഗതികെട്ട ഉണ്ടാക്കിയത്. നിന്നെയൊക്കെ ജന്മം നൽകിയ ആ മാതാവും പിതാവിനെയും ഒക്കെ പറയുന്നുണ്ടാ അലപരാധികളെ. ഇതൊക്കെ ഈ വീഡിയോയിലൊന്നും ഇങ്ങനെ ഒരു അമർഷം തീർക്കേണ്ട വന്നുള്ളതാണ്. ഏരപ്പന്മാരെ നീയൊക്കെ ഒരുപാട് വിളങ്ങില്ല. ദൈവം എന്ന് പറഞ്ഞ ശക്തി ഉണ്ടെങ്കിൽ നീ ഒന്ന് ഗുണം പിടിക്കുക. അവസാനം നീയൊക്കെ രോഗം വന്ന് കിഡ്നി എല്ലാം അടിച്ച് പോയി നിൻ്റെയൊക്കെ പണ്ടാരടങ്ങി പോവുകയുള്ളൂ. നീയൊക്കെ പൈസ എന്ന് വെച്ചാൽ ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്നത്, കംപ്ലീറ്റ് മായങ്ങൾ ചേർത്ത് ആൾക്കാരെ രോഗിയാക്കി ആശുപത്രിയിലാക്കുന്ന നാറി കച്ചവടക്കാരന്മാർ. നീയൊക്കെ എന്തുണ്ടാ പൈസ കൊടുക്കുന്നത്? സ്വന്തം ഭാര്യയെ നീ കൂട്ടി കൊടുക്കോളാം, മക്കളെ കൂട്ടി കൊടുക്കുമല്ലോ നീ പൈസയ്ക്ക് വേണ്ടി. ഇത്രയും വലിയ ദ്രോഹം ചെയ്യുന്നത്. ഇവിടെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സത്യമുള്ള കാര്യമാണ്. ഒരുത്തർ ദാഹിച്ച് പറഞ്ഞ് വിശന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക, അതിൻ്റെ പുണ്യം കൂടെ കിട്ടുന്ന സാധനമാണ് ആ കച്ചവടം. അതിന് ഇങ്ങനെ മാമാപ്പണി ചെയ്യില്ലടാ വൃത്തികെട്ടവന്മാരെ. ഇത് പെണ്ണ് കച്ചവടം ചെയ്യുന്നതിനേക്കാളും മോശമാണ് നീയൊക്കെ ഇപ്പോൾ കാണിക്കുന്നത്. ആലവലാദികളെ, തെണ്ടികളെ, നാറികളെ. നീയൊക്കെ നശിച്ച് നീയൊക്കെ എന്തായാലും പൈസ ഉണ്ടാക്കുന്നല്ല. നീയൊക്കെ രോഗം വന്ന് പുഴുത്ത് നിൻ്റെയൊക്കെ കുഷ്ഠരോഗം പിടിച്ച് കൈയും കാലും ഒക്കെ മരവിച്ച് നീ ചാവയുള്ള ചായക്കടക്കാരന്മാരെ. നീയൊക്കെ മനസാക്ഷിയില്ലാത്ത മൃഗങ്ങളെ. മനുഷ്യന് ആഹാരം കഴിക്കാൻ പറ്റില്ല. ഞാനൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വന്നപ്പോൾ ഒരു വക കഴിക്കാതെയാണ് വീട്ടിൽ വരണത്. ഇന്നലെ ഞാൻ കളിക്കള പോയിട്ട് വന്ന് ഞാൻ അവിടെ നിന്ന് വിശന്നാണ് വന്ന് വീട്ടിൽ ഒരു ചായക്കടയ്ക്ക് ചായ കുടിക്കാൻ പറ്റുന്നു തോന്നുന്നില്ല. നിൻ്റെയൊക്കെ മായം കൊണ്ട്, വൃത്തിയില്ലായ്മ കൊണ്ടും, നാറികൾ, ആലപരാധികൾ, ചെറ്റ കച്ചവടക്കാരന്മാർ, പട്ടികൾ. കേസ് കൊടുക്കാൻ ഞാൻ പറയാം. നിനക്കൊക്കെ എതിരായിട്ട് ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്.
ഈ കടക്കാരന്മാരെ നിന്നെയൊക്കെ ശിക്ഷിക്കണം. ഇങ്ങനെയൊന്നും പോരാ. നിന്നെയൊക്കെ പിടിച്ച് ജയിലിനകത്ത് ഇടണം. നീയൊക്കെ 5000 10,000 കോർപ്പറേഷനോ പഞ്ചായത്തോ പറ്റി അടയ്ക്കും. അതും അടച്ചുകൊണ്ട് നീയൊക്കെ ഊരി അങ്ങ് പോവുകയാണ്. അത് പോടാ. നിന്നെയൊക്കെ പിടിച്ച് ജയിലിൽ ഇടണം. ഇത് ചെയ്യുന്നവരെ ശിക്ഷിക്കണം നിയമപരമായിട്ട് ശിക്ഷിച്ചാൽ നീയൊക്കെ അടങ്ങുള്ളൂ. നാറികളെ, ഈ നാറിയൊക്കെ വേണ്ടി, ഈ ചായക്കട ചെയ്യുന്ന തെണ്ടിയൊക്കെ വേണ്ടി, ഈ പട്ടിയൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ. അങ്ങനെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാം. അമർഷം നിൽക്കണില്ല യുവന്മാരെ മായം ചേർന്ന കണ്ട് മടുത്ത് ഒരു ചായക്കട ചെന്നൊരു ആഹാരം കഴിക്കാൻ കൊള്ളില്ല. നീയൊക്കെ എന്തുണ്ടാ പൈസ ഉണ്ടാക്കണേ? ഇതിനെ വേറെ വല്ല പണിക്ക് പോടാ. ഇതിനെക്കാലം നിനക്ക് ചെയ്യേണ്ട പണി രാത്രി 9 മണിക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നീ നിൽക്കണം. വൈകുന്നേരം വരണവന്മാരെ ഇന്ന് പൈസ വാങ്ങിക്കാം കേട്ടോ. ഈ തെരുവ് വേശികൾ ചെയ്യണില്ലേ? അതിനേക്കാളും ഗതികെട്ട പണിയാണ്ട നീയൊക്കെ ചെയ്യണത്. ഈ മായം ചേർക്കുന്നത് നാറികളെ, അലവരതികളെ. നിന്നെയൊക്കെ എന്തിനു പറയണ്ട നാറികളെ. നിന്നെ ഇങ്ങനെ ഞാൻ വീഡിയോ ചെയ്യണമായിരുന്നു. ഈ കച്ചവടക്കാരന്മാർക്ക് വേണ്ടി, ചായക്കടയിലുള്ള തന്തയ്ക്ക് പറക്കാത്തവന്മാർക്ക് വേണ്ടിയാണ് ചായക്കട കച്ചവടം ചെയ്യണത്. അവന്മാർക്ക് വേണ്ടി തന്നെ. ഞാനൊരു ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി വക്കീലായിട്ട് ആലോചിക്കാൻ പോവുകയാണ്. നിന്നെയൊക്കെ ഇങ്ങനെയൊക്കെ വിട്ടാൽ പോരാ. കേരളത്തിലുള്ളവന്മാർ മറ്റുള്ള സ്റ്റേറ്റുകളാണ് കേരളത്തിൽ കുറ്റം. ഇപ്പോൾ കേരളത്തിലെ തെണ്ടികളാണ് ഇത്രയും ജനങ്ങൾക്ക് മായം ചെയ്ത് പുഴുത്തതും അഴിവീതും കൊടുക്കുന്ന നാറികൾ പൈസയ്ക്ക് വേണ്ടി. നീയൊക്കെ കൂടുതൽ ഇത് കിട്ടുന്ന ലാഭം എടുത്ത് നിൻ്റെ ഭാര്യയും മക്കളെയൊക്കെ നോക്കിയടാ. അവർക്ക് ഇത് ദഹിക്കണ്ടടാ നാറികളെ, പട്ടികളെ. നിന്നെയൊക്കെ നാറി നിർത്തണത്. നിന്നെ ഇങ്ങനെയല്ല എനിക്ക് വിളിക്കേണ്ടത്. കലിയും ചീത്തയെന്ന് പറഞ്ഞാൽ വല്ലാതൊക്കെ വരണുണ്ട്. ഇതൊരു വീഡിയോ ആയി പോയി. നിന്നെ നേരിൽ കാണുമ്പോൾ വിളിക്കാൻ ചീത്ത ഇതൊന്നുമല്ല. അത്രയും അമർഷമുണ്ട് എൻ്റെ ഉള്ളിൽ. അപ്പോൾ എത്ര പറഞ്ഞാലും നിനക്കൊക്കെ മനസ്സിലാവില്ല. ആഹാരം നല്ല രീതിയിൽ കൊടുക്കണം നായികളെ. നായ്ക്കുണ്ടായാൽ മതി. നീയൊക്കെ തറവാടുകാണ്. മറ്റ് ജാതി വലിയ ബ്രാഹ്മണൻ അവൻ്റെ എന്നിട്ട് ചെയ്യണതാ നാറികൾ. ബ്രാഹ്മണ അവൻ്റെ ആഹാരം കൊടുക്കുന്നത് പട്ടി കൊടുക്കുന്നതിനേക്കാളും ഗതിയിട്ടാണ്. പട്ടിക്ക് പോലും നമ്മൾ നല്ല വൃത്തിയായിട്ടാണ് കൊടുക്കുന്നത്. നാറികളെ മനുഷ്യന് അതിനേക്കാളും ഗതിയിട്ടാണ് നീയൊക്കെ ചായക്കടക്കാൻ കൊടുക്കുന്നത്. ആലവരാതി തെണ്ടികളെ, പട്ടി കഴിവണമല്ലേ. നീയൊക്കെ പുഴുത്ത് നശിച്ച് നാരായണ വരട്ട് ചാവയോ. നീ ഒരു നല്ല മരണം നിനക്കോ നിൻ്റെ മക്കൾക്കോ പിള്ളേർക്കോ ഒന്നും കിട്ടില്ല. നീയൊക്കെ ചെയ്യുന്ന ദ്രോഹങ്ങൾ നിൻ്റെ കുടുംബം മുഴുവൻ നശിക്കണം. നശിച്ച് നരയിക്കണം നീയൊക്കെ. ഈശ്വരൻ ഉണ്ടെങ്കിൽ നിന്നെയൊക്കെ അത് ചെയ്യിക്കൂടാ. നാറികളെ, കച്ചവടക്കാരന്മാർ, ചായക്കടക്കാരന്മാർ.